പാകിസ്ഥാൻ്റെ കരസേനാ മേധാവി ജനറൽ ആസിം മുനീർ പ്രവാസികളായ പാകിസ്ഥാൻകാരോട് നടത്തിയ ഒരു പ്രസംഗം പാകിസ്ഥാനേക്കാൾ കൂടുതൽ ഇന്ത്യയിലാണ് പ്രചാരം നേടിയത്. ഈ ഇംഗ്ലീഷ് ടെലിവിഷൻ ചാനലുകളിലൊക്കെ ഇത് വലിയ വാർത്തയായിരുന്നു. മലയാളത്തിൽ അത്ര തന്നെ ഏറ്റില്ല. പത്രങ്ങളിലും അതിനെ സംബന്ധിച്ച് വലിയ കവറേജൊന്നും ഞാൻ കണ്ടില്ല. മലയാള പത്രങ്ങളിൽ ആ ഇംഗ്ലീഷ് പത്രങ്ങളിൽ അത്യാവശ്യം വരികയും ചെയ്തു. അത് കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഉറുദുവിലും ഇംഗ്ലീഷിലുമായിട്ടാണ് ഞാൻ കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് പ്രസിദ്ധമായ ഒരു മുല്ല കഥയാണ്. ഈ മുല്ല നാസറുദ്ദീൻ്റെ കഥകൾ വളരെ പ്രസിദ്ധമാണ്. കുസൃതി കഥകളാണ്. കഥ ഏതാണ്ട് ഇപ്രകാരമാണ്. യുദ്ധത്തിന് പോയി തിരിച്ചു വന്ന ഒരു സൈനികൻ അദ്ദേഹത്തിൻ്റെ വീരപരാക്രമങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ വർണ്ണിക്കുകയാണ്. യുദ്ധത്തിൽ ഞാൻ 10 പേരുടെ തല വെട്ടി എന്ന് ഈ സൈനികൻ വീരവാദം മുഴക്കുന്നത് കേട്ടപ്പോൾ മുല്ല വളരെ ശാന്തമായിട്ട് പറഞ്ഞു, അത്രയല്ലേ ഉള്ളൂ, ഞാനൊരു യുദ്ധത്തിൽ പങ്കെടുത്ത് 100 പേരുടെ കാല് വെട്ടി എന്നാണ്. അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരുന്ന എല്ലാവരും അത്ഭുത പരതന്ത്രരായി. അവർ മുല്ലയോട് ചോദിച്ചു, എന്താ മുല്ല, നിങ്ങൾ ശത്രുക്കളുടെ തല വെട്ടാതെ കാല് വെട്ടിയത്? മുല്ല പറഞ്ഞു, അവരുടെ തല മുമ്പേ തന്നെ ആരണ്ട് വെട്ടിയത്. തല വെട്ടപ്പെട്ട ആളുകളുടെ കാലാണ് ഇദ്ദേഹം വെട്ടിയത്. അപ്പോൾ മുല്ല ഈ പട്ടാളക്കാരുടെ ബെഡായിയാണ് പരിഹസിച്ചത്. പട്ടാളക്കാരിൽ ഏതൊരു പട്ടാളക്കാരിലും ഒരു ബെഡായിക്കാരനുണ്ട്. അദ്ദേഹം സങ്കല്പത്തിൽ മാത്രം നടത്തിയ യുദ്ധം അല്ലെങ്കിൽ അവിടെ നടത്തിയ വീരസാഹസിക പരാക്രമങ്ങൾ ഇതൊക്കെ പൊതുവേ അങ്ങനെ പറയാൻ താല്പര്യമുള്ളവരാണ് മിക്കവാറും പട്ടാളക്കാർ. ഇത് കാണുമ്പോൾ വിമുക്ത ഭടന്മാരും അവരുടെ കുടുംബാംഗങ്ങളൊക്കെ എൻ്റെ നേരെ കോപാകുലരാകരുത് എന്ന് ഞാൻ വളരെ വിനയത്തോടുകൂടി അഭ്യർത്ഥിക്കുകയാണ്. പൊതുവേ എന്നാണ് ഞാൻ പറഞ്ഞത്, എല്ലാവരും അല്ല. പക്ഷേ മിക്കവാറും എല്ലാവരും തന്നെ ആ സ്വഭാവക്കാരാണ്. അത് ഐസനോവറാണെങ്കിലും ശരിയാണ്, മനേക്ഷ ആണെങ്കിലും ശരിയാണ്, നമ്മുടെ നാട്ടുമ്പുറത്തുള്ള സാധാ ഈ സിമ്പിൾ സോൾജർമാരാണെങ്കിലും ശരിയാണ്. അപ്പോൾ അതുപോലെയുള്ള ഒരു സോൾജറാണ് നമ്മുടെ പാകിസ്ഥാൻ്റെ കരസേനാ മേധാവി. അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടാൽ ഏതൊരു പാകിസ്ഥാൻകാരനും വലിയ കോരിത്തെരിപ്പുണ്ടാവും. ഇത് ഇന്ത്യയിലെ മാധ്യമങ്ങൾ ഇത് പ്രൊജക്റ്റ് ചെയ്തത് ഒരു പ്രത്യേക രീതിയിലാണ്. ഇദ്ദേഹം ജിന്നയുടെ പഴയ 2 നേഷൻ തിയറിയെ സാധൂകരിച്ചുകൊണ്ടാണ് പ്രസംഗിച്ചത്. ജിന്ന പറഞ്ഞതും ഇപ്പോൾ ഇദ്ദേഹം റീസ്റ്റേറ്റ് ചെയ്യുന്നതുമായിട്ടുള്ള കാര്യം, ഹിന്ദുക്കളും മുസ്ലിങ്ങളും എല്ലാ വിധത്തിലും വ്യത്യസ്തരാണ്. അവരുടെ ഭാഷ വേറെയാണ്, അവരുടെ സംസ്കാരം വേറെയാണ്, അവരുടെ വിശ്വാസം വേറെയാണ്, അവരുടെ ആഹാര രീതികൾ വ്യത്യസ്തമാണ്, അവരുടെ വേഷവിധാനം വ്യത്യസ്തമാണ്. ഒരു തരത്തിലും യോജിക്കാൻ പറ്റാത്തവരാണ് ഹിന്ദുക്കളും മുസ്ലിങ്ങളും. 2 രാഷ്ട്രങ്ങളാണ് എന്നുള്ളതാണ്. 2 രാഷ്ട്രങ്ങൾ 2 രാജ്യങ്ങൾ വ്യത്യസ്തമാണെങ്കിലും അങ്ങനെയാണ് ഈ ദുരാഷ്ട്രവാദം അഥവാ 2 നേഷൻ തിയറി ആ ജിന്ന പ്രപ്പോസ് ചെയ്തത്. ജിന്ന മാത്രമല്ല, അന്നത്തെ മുസ്ലിം ലീഗിൻ്റെ തിങ്ക് ടാങ്കുകളായിട്ടുള്ള ആളുകൾ. അപ്പോൾ ഇതാണ് ഇദ്ദേഹം ഊന്നി പറയുന്നത്. അദ്ദേഹം പറയുന്നത് പക്ഷേ നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ടെലിവിഷൻ ചാനലുകളൊക്കെ പറഞ്ഞത് ഇദ്ദേഹം ഹിന്ദുക്കളെ വളരെയധികം ആക്ഷേപിച്ച് പറയുന്നു. അങ്ങനെയൊന്നുമല്ല, പുള്ളി ഹിന്ദുക്കളെ ആക്ഷേപിക്കുന്നില്ല. അത് ഈ 2 നേഷൻ തിയറിയെ പറ്റി ഈ മാപ്പറകൾക്ക് വിവരമില്ലാത്തതുകൊണ്ടാണ് അവരാ രീതിയിൽ ദുർവ്യാഖ്യാനിച്ചത്. ഞാൻ ആ പ്രസംഗം കേട്ടതാണ്. അദ്ദേഹം പറയുന്നത് പാകിസ്ഥാൻ്റെ സ്ഥാപകർ എന്തുകൊണ്ട് പാകിസ്ഥാൻ സ്ഥാപിച്ചു, എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ പോലൊരു രാജ്യം ആവശ്യമായി വന്നത്. ഹിന്ദുക്കളിൽ നിന്ന് നമ്മളെല്ലാ വിധത്തിലും വ്യത്യസ്തരാണ്. നമ്മുടെ സംസ്കാരം വേറെയാണ്, നമ്മുടെ ചരിത്രം വേറെയാണ്. പക്ഷേ ഇത് ഈ ജിന്ന പറയാത്ത ചില കാര്യങ്ങളോട് പുള്ളി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. നമ്മുടെ ഉദ്ദേശങ്ങൾ വേറെയാണ്, നമ്മുടെ ലക്ഷ്യങ്ങൾ വേറെയാണ്. ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളൊന്നും ജിന്നയുടെ അകത്തുണ്ടായിരുന്നില്ല. അത് മുനീർ സാഹിബ് കയ്യിൽ നിന്ന് ഇറക്കിയതാണ്. അപ്പോൾ ഏതായാലും പുള്ളി ഈ രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കുന്നു. കാലോചിതമായ വ്യാഖ്യാനമായിരിക്കും എന്ന് നമുക്ക് വിചാരിക്കാം. ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നു. എന്നിട്ട് ഈ പ്രവാസികളായ പാകിസ്ഥാൻകാരോട് പറയുന്നു, നിങ്ങളിത് ഒരിക്കലും മറക്കരുത്, നിങ്ങളുടെ വരും തലമുറകളോട് പറഞ്ഞു കൊടുക്കണം. പാകിസ്ഥാനിൽ ബ്രെയിൻ ഡ്രെയിൻ അഥവാ മസ്തിഷ്ക ചോർച്ചയുണ്ട് എന്ന് ചില വിവരദോഷികൾ പറയുന്നുണ്ട്. അത് ശരിയല്ല. പാകിസ്ഥാനിൽ നിന്ന് വിവിധ രാജ്യങ്ങളിലേക്ക് പോയ ആളുകൾ പാകിസ്ഥാൻ്റെ അംബാസഡർമാരാണ്, അനൗപചാരിക അംബാസഡർമാർ, അനൗദ്യോഗിക അംബാസഡർമാരാണ്. നിങ്ങൾ ജീവിക്കുന്ന അതാത് രാജ്യങ്ങളിൽ പാകിസ്ഥാൻ്റെ മഹത്തായ പാരമ്പര്യത്തെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചും അതിൻ്റെ വൈവിധ്യപൂർണമായ ഭൂതകാലത്തെക്കുറിച്ചും ആളുകളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. നിങ്ങൾ വരും തലമുറകളോടും പറയണം, 4ാം തലമുറക്കാരോടും 5ാം തലമുറക്കാരോടും പറയണം എന്താണ് പാകിസ്ഥാൻ, എന്താണ് നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രം, എന്താണ് നമ്മുടെ പാരമ്പര്യം, ഏത് മൂല്യങ്ങളാണ് നമ്മൾ ഉയർത്തിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇത് പറഞ്ഞു കൊടുക്കണം എന്ന് പുള്ളി പറയുന്നു. ഇത് കേൾക്കുമ്പോൾ ഈ പ്രവാസികൾ, ഇവർ തലക്കെട്ടുകാർ താടിക്കാരൊന്നുമല്ല, കോട്ട് സൂട്ടൊക്കെ ഇട്ട ആളുകളാണ്. അവരത് കേട്ട് ആവേശഭരിതരാവുകയും കൈയടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഞാനിത് വളരെ ശ്രദ്ധിച്ചു. പക്ഷേ എനിക്ക് ഏറ്റവും രസമായിട്ട് തോന്നിയതൊന്നുമല്ല. അതൊക്കെ എല്ലാവരും പ്രസംഗിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്, അതിൽ പുതുമയൊന്നുമില്ല. രസമായിട്ട് തോന്നിയെന്ന് വെച്ചാൽ
പുള്ളി പറയുന്നത് പാകിസ്ഥാൻ വെല്ലുവിളികൾ നേരിടുന്നു എന്നുള്ളത് ശരിയാണ്. തീവ്രവാദികൾ എന്ന് പറഞ്ഞ ചില അലവലാദികളുടെ ശല്യം ഇവിടെ നമ്മുടെ രാജ്യത്തുണ്ട്. പക്ഷേ അവരെയൊക്കെ ഞങ്ങൾ ഉടനെ കൈകാര്യം ചെയ്യും. ഈ തീവ്രവാദികൾ എന്നുള്ളത് ഉദ്ദേശിച്ചത് ഒന്ന് ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പോലുള്ള സംഘടനകളാണ്. പിന്നെ ഈ അജ്ഞാതൻ്റെ വെടിയേറ്റ് മരിക്കുന്ന സംഭവങ്ങളുണ്ട്. ഈ ലഷ്കർ ഇ തോയ്ബയുടെയൊക്കെ ചില പ്രവർത്തകന്മാർ, ഇന്ത്യക്കാർ തീവ്രവാദികളെന്ന് വിളിക്കുന്ന, പാകിസ്ഥാൻകാർ പോരാളികളെന്ന് വിളിക്കുന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഇപ്പം നിരന്തരമായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും അല്ലെങ്കിൽ പള്ളിയിൽ പോകുമ്പോഴൊക്കെ വെടിയേറ്റ് മരിക്കുന്നുണ്ട്. അജ്ഞാതരുടെ വെടിയേറ്റ് മരിക്കും. അങ്ങനെയുള്ള തീവ്രവാദികളൊക്കെ ഞങ്ങൾ ഉടനെ ശരിയാക്കും എന്ന് പുള്ളി പ്രഖ്യാപിച്ചു. അതുകൂടാതെ പുള്ളി പറഞ്ഞ് ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി BLA ഒന്നും വിചാരിച്ച ഈ രാജ്യത്തൊരു ചൂക്കം ചെയ്യാൻ പറ്റുകയില്ല. പാകിസ്ഥാൻ്റെ സൈനിക ശക്തി എന്താണ്, പാകിസ്ഥാൻ്റെ പ്രഹരശേഷി എത്രയാണ്, ഇതിവന്മാർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. നമ്മൾ അവരെയൊക്കെ ഒരു പാഠം പഠിപ്പിക്കും. പിന്നെ പുള്ളി ഒരു കാര്യം പറഞ്ഞു, കാശ്മീർ പാകിസ്ഥാൻ്റെ അവിഭാജ്യ ഘടകമാണ്, നമ്മുടെ രക്തധമനിയാണ്, അതിനെ ഒരിക്കലും കൈവിട്ടു കൊടുക്കാൻ പറ്റുകയില്ല. ഇന്ത്യയുടെ നമ്മൾ യുദ്ധം ചെയ്ത് ഈ പാകിസ്ഥാനെ വീണ്ടെടുക്കും. ഇത് കേൾക്കുമ്പോഴൊക്കെ ആളുകൾ കൈയടിക്കുന്നുണ്ട്. ആളുകൾ ഇതൊക്കെ കെട്ടി ഈ ബഡായി കേട്ട് കൈയടിക്കാനും പാകിസ്ഥാനിലെ ആൾക്കാരുണ്ട്, നമുക്ക് ഇപ്പോഴും മനസ്സിലായി. ഏതായാലും പുള്ളിയുടെ പ്രസംഗം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഈ പാകിസ്ഥാൻകാരാണെങ്കിലും ഇന്ത്യക്കാരാണെങ്കിലും പട്ടാളക്കാർക്ക് ലഡായിയേക്കാളും ഇഷ്ടം ബഡായിയാണ്. ലഡായി എന്ന് വെച്ചാൽ ഹിന്ദിയിൽ യുദ്ധം എന്നാണ് അർത്ഥം. കാരണം ബഡായി അടിക്കാൻ പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല. അങ്ങനെ മുനീർ സാഹിബിൻ്റെ ഈ ബഡായി ഇന്ത്യയിലെ മാധ്യമങ്ങൾ തെറ്റിദ്ധരിച്ചെങ്കിലും എനിക്ക് വളരെ രസമായിട്ട് തോന്നി. കാരണം ഇങ്ങനെയുള്ള ചപ്പടാച്ചികളില്ലെങ്കിൽ പുള്ളി അങ്ങനെ ജീവിക്കും. ഒന്ന് ആലോചിച്ച് നോക്കും. സമീപകാലത്ത് ഏതെങ്കിലും ഒരു യുദ്ധത്തിൽ പാകിസ്ഥാൻ ജയിച്ചിട്ടുണ്ടോ? 71 എന്ത് സംഭവിച്ചു? അന്ന് 2 നേഷൻ തിയറി 3 നേഷൻ തിയറി ആയിട്ട് മാറി ഇല്ലേ? പാകിസ്ഥാൻ എന്ന് പറഞ്ഞ ഒരു രാജ്യത്തെ നമ്മൾ പാകിസ്ഥാനാക്കി മാറ്റി. അന്ന് ഇവർ തിരിഞ്ഞു പോകാതെ ഓടിയതാണ്. 93,000 സൈനികരാണ് കീഴടങ്ങിയത്. രണ്ടാം ലോക യുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ സൈനിക കീഴടക്കമായിരുന്നു. വെറും 12 ദിവസം കൊണ്ട് പാകിസ്ഥാൻ്റെ കിഴക്കൻ പാകിസ്ഥാൻ എന്ന് പറഞ്ഞ സംഗതി ബംഗ്ലാദേശായിട്ട് മാറി. ഇത്രേ ഉള്ളൂ കാര്യം, ഇത്രേ ഉള്ളൂ പാകിസ്ഥാൻ. എന്നിട്ട് പറയുന്നുണ്ട് ഇന്ത്യക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് ഇദ്ദേഹം ചോദിക്കുന്നത്. ഇന്ത്യക്കാർക്ക് പലതും ചെയ്യാൻ പറ്റും. ഇത് പറയുമ്പോഴേ എനിക്ക് വേറൊരു തമാശയോട് ഓർമ്മ വന്നത്. കുറച്ചാൾ മുമ്പ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫിൻ്റെ അനിയനാണല്ലോ, അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം കേട്ടു. പുള്ളി പറഞ്ഞു ഇന്ത്യയെ നമ്മളെല്ലാ രംഗത്തും പിന്നിലാക്കും, സാമ്പത്തിക രംഗത്ത് ഇന്ത്യയെ പിന്നിലാക്കിയില്ലെങ്കിൽ എൻ്റെ പേര് ഇതായിരിക്കില്ല, എൻ്റെ പേര് പട്ടിക്കിട്ട് വിളിച്ചോ എന്ന് പുള്ളി പറഞ്ഞില്ല. കാരണം പട്ടികൾ പുള്ളിയുടെ പേരിൽ അറിയപ്പെടാൻ താല്പര്യപ്പെടുന്നില്ല, അതുകൊണ്ടാണ്. അതൊഴിച്ച് പുള്ളി പലതും പറഞ്ഞു. എൻ്റെ പേര് ഇതായിരിക്കില്ല, മിക്കവാറും പുള്ളി പേര് ഗസറ്റിൽ കൊടുത്ത് മാറ്റേണ്ടതായിട്ട് വരും. കാരണം പാകിസ്ഥാൻ പൊളിഞ്ഞ് പാളീസായ ഒരു രാജ്യമാണ്. കാരണം അമേരിക്കക്കാർ ഇപ്പോൾ പഴയ പോലെ പൈസ കൊടുക്കുന്നില്ല. അമേരിക്കയിൽ നിന്ന് ഫണ്ട് കിട്ടാത്തതുകൊണ്ട് പാകിസ്ഥാൻ സൈനികമായിട്ടും സാമ്പത്തികമായിട്ടും ദുർബലാവസ്ഥയിലാണ്. പിന്നെ ഈ ഷെരീഫിനെ പോലെ ഉള്ള രാഷ്ട്രീയക്കാരും അല്ലെങ്കിൽ ബിലാവൽ ഭൂട്ടോ സർദാരിയെ പോലുള്ള ആളുകൾ, ഈ മുനീറിനെ പോലെയുള്ള സൈനിക മേധാവികളും, പിന്നെ ചില മതമേലധ്യക്ഷന്മാർ നടന്ന ചപ്പടാച്ചികൾ, ബഡായിക്ക് അപ്പുറത്ത് പാകിസ്ഥാനിൽ നിന്ന് യാതൊരു സാങ്കത്യവുമില്ല. കേൾക്കുന്നവർക്ക് രോമാഞ്ചം ഉണ്ടാവും. നമ്മുടെ നാട്ടിലെ ചില ജമാഅത്ത് ഇസ്ലാമിക്കാർക്കും ഇത് കേട്ടാൽ രോമാഞ്ചം ഉണ്ടാവും. അതിനപ്പുറത്ത് പാകിസ്ഥാൻ ഒരു വട്ടപൂജ്യമാണ്. പക്ഷേ ആ യാഥാർത്ഥ്യം അവർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇനി മനസ്സിലായത് അവരത് അംഗീകരിക്കാനും തയ്യാറില്ല. ഏതായാലും പാകിസ്ഥാനെ പടച്ചവൻ സഹായിക്കട്ടെ. ഖുദാ ഹഫീസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.